ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പൂർണ്ണമായിട്ടും ന്യായീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. വടകരയിലെ ആ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPM-ന് ഒരു പങ്കാളിത്തവുമില്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അതിൽ കണ്ടെത്തിയിട്ടുള്ള ഈ സാക്ഷികളായ ആളുകൾ, അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി, റെഡ് ബറ്റാലിയൻ, ഇതൊന്നും റെഡ് എൻകൗണ്ടർ, ഇവർക്കൊന്നും പാർട്ടിയുമായി ബന്ധമില്ല എന്നുള്ള ന്യായീകരണമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ പാർട്ടിയുടെ ഈ തള്ളിപ്പറയലിനെ? ശ്രീ മഞ്ജുഷ്, നമ്മുടെ ഈ ഒരു വിഷയം പരിശോധിച്ചാൽ വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഏക വിഷയമോ ഏക വിവാദമോ ഇതല്ല എന്ന് നമുക്ക് കാണാം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ ഒരു അശ്ലീല വീഡിയോ ആണ് എന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് വീഡിയോ അല്ല, അത് ഒരു ചിത്രമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ വളരെ മോശമായ രീതിയിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയൊക്കെ തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ വളരെ അശ്ലീലമായിട്ട് വരെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ തന്നെ തയ്യാറാകുന്നു എന്ന രീതിയിലത്തേക്കായിരുന്നു CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ലൈൻ. അത് തന്നെയുമല്ല, അതിന്റെ ഭാഗമായിട്ട് അവർ പലപ്പോഴും പത്രസമ്മേളനങ്ങളിലൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചത് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലിന്റെയും മറ്റ് ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ തന്നെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് എന്നായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു അശ്ലീലമായിട്ടുള്ള ഒരു വീഡിയോയോ ഒരു ചിത്രമോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന അവരെ പറ്റി ആൾക്കാർക്ക് മോശമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുമെന്നോ അതിന്റെ പേരിൽ അവർക്ക് വോട്ട് കുറയുമെന്നോ ഒക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവർ ഏത് കാലത്താണ് ഏത് ലോകത്താണ് കഴിയുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നോണം നമുക്ക് പറയാവുന്ന ഒരു വിഷയമാണ് ഈ കാഫിർ വിവാദം. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഈ അശ്ലീല വീഡിയോയെ കുറിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഈ കാഫിർ വിവാദമാണെങ്കിലും, ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ രണ്ട് വിഷയങ്ങളിലും CPM-ന് ആരംഭത്തിലുണ്ടായിരുന്ന ശൂരത്വം പിന്നീട് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ കാഫിറുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലത്തേക്കുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. ആ കാഫിർ പ്രചരണം എല്ലാം തന്നെ പിന്നീട് കയ്യിൽ നിന്ന് പോകുന്നു എന്ന ഒരു ഘട്ടം വന്ന സമയം മുതൽ CPM സ്വീകരിക്കുന്ന ഒരു ഡിഫൻസ് ലൈൻ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അവർ പറയുന്നത് ഇതിൽ ആദ്യം പരാതിപ്പെട്ടത് ഞങ്ങളാണ് എന്നാണ്. പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനം എന്തായിരുന്നു എന്നതിനെപ്പറ്റി അവരുടെ വക്താക്കളടക്കം ചാനൽ ചർച്ചകളിൽ പോലും പറയുന്നില്ല. അതായത് അവരത് പ്രതിപക്ഷത്തു നിന്നുള്ള അല്ലെങ്കിൽ MSF-ന്റെ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ പരാതി പോലും ഉണ്ടായിരുന്നത്. CPM-ന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ CPM-ന്റെ തന്നെ മറ്റ് ഘടകങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമൊക്കെ വഹിക്കുന്ന ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചോദ്യം ചെയ്യൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാണ്. ഇതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നോ ആരു വഴിയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്നോ ഒന്നും തന്നെ പറയുന്നതിനോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വിവരശേഖരണം നടത്തുന്നതിനോ പോലും CPM-ന് കഴിയാത്ത രീതിയിലത്തേക്ക് ഇത് എത്തിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇതിന്റെ ഏറ്റവും അവസാനം പോലീസിന്റെ തന്നെ റിപ്പോർട്ടൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ കാണുന്നത് ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ വന്നു, ഗ്രൂപ്പുകളിൽ വന്ന തീയതിയും സമയവും ഏതാണ്, അതിനെ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവിന്റെ അടുത്ത് എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഈ സ്ക്രീൻഷോട്ടൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെ പറ്റിയോ ഏതൊക്കെയോ ഗ്രൂപ്പുകളിൽ നിന്ന് എവിടെയൊക്കെയോ കിട്ടി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹമുള്ള ഗ്രൂപ്പ് ഏതാണ് എന്നൊക്കെ ഇവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയിരിക്കുന്ന കാര്യത്തിനെ പറ്റി അതിന്റെ ഒറിജിൻ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് റിബേഷിന്റെ കാര്യമായിരിക്കും അല്ലേ? റിബീഷ് എന്നയാളുടെ കാര്യമാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അത് പോലീസ് അല്ലേ? അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതിന് പോലീസ് നൽകുന്ന വിശദീകരണം 8ാമത്തെ പാരയിൽ പോലീസ് പറയുന്നത് ഈ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പ്, അതിലാണ് റിബേഷ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അത് 25/4/2024 ഏപ്രിൽ 25-ന് 2:13 ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഒറിജിൻ എന്നുള്ളത് ഇതാണ്. പക്ഷേ ആ റിബീഷിനെ എങ്ങനെ കിട്ടി അത് കണ്ടെത്തുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിബീഷിന്റെ ഈ റെഡ് എൻകൗണ്ടേഴ്സിൽ നിന്ന് റെഡ് ബറ്റാലിയനിൽ എത്തുന്നു, റെഡ് ബറ്റാലിയനിൽ നിന്ന് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് രാത്രി 8:23 പോരാളി ഷാജിയിലേക്കും എത്തുന്നു. അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ റെഡ് എൻകൗണ്ടേഴ്സിലും ഈ റിബീഷിലും എങ്ങനെ എത്തിയെന്ന് മാത്രം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അല്ല മഞ്ജുഷ്, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം CPM പറയുന്നത് എന്താണ്, ഇത് ആരാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കി വിട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള പരാതി പോകുന്നത് എന്ന് പറയുന്നു.
ശരി, അവർ മറ്റൊരാളിനെ പറ്റിയിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന പോലെ 2:13 എന്ന് പറയുന്ന ഒരു സമയത്തിൽ ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരുടേതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ അതിന് പിന്നിലേക്ക് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നതുമായി ബന്ധപ്പെട്ട് CPM-ന് പോലീസ് അന്വേഷണം പൂർത്തിയാക്കാൻ കാത്തിരിക്കേണ്ടതുണ്ടോ, അത് അന്വേഷിക്കാൻ? അതാണ് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.